ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റൈസ് പൊട്ടിപ്പോവാറും അതുപോലെ തന്നെ കറക്റ്റ് ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിലൂടെ കാണിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് റൈസ് കുക്ക് ചെയ്തെടുക്കണം. ഒരു 85 to 90% മാത്രം റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. കാരണം ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ഈ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല, ഒരു സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു 85 to 90% മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റൈസ് ഒട്ടി പിടിക്കാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ റൈസ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നല്ല ചൂടോട് കൂടിയിട്ട് ആ റൈസ് വെജിറ്റബിളായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോഴാണ് നമ്മൾ ഈ റൈസ് പൊട്ടിപ്പോവുക. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയും നേരത്തെ നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് എരിവിനനുസരിച്ചിട്ടുള്ള പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് 1-2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടോ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുൻപായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ കുറച്ച് ബീൻസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ക്യാരറ്റും നന്നായി ചെറിയ പീസായിട്ട് കട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പൊട്ടറ്റോ അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കേബേജും ഇതുപോലെ ക്യൂബായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വെജിറ്റബിൾസ് കൂടുമ്പോൾ നമുക്ക് അത്രയും ഹെൽത്തി ആവുകയും ചെയ്യും, ടേസ്റ്റും കൂടും. ഞാനിവിടെ ചിക്കൻ ചേർത്തിക്കൊണ്ടാണ് ഇത്രയും കുറച്ച് വെജിറ്റബിൾസ് എടുത്തത്. പിന്നെ ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ ഈ അറ്റത്ത് കാണുന്ന ഈ 2 തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിക്ക് പകരം. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോള ചേർത്തി കൊടുക്കാം. അത് ചെറിയ ക്യൂബായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നീളത്തിൽ എരിഞ്ഞിട്ട് കൊടുക്കരുത്. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെ ഉള്ളിയും ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഓവറായിട്ട് ചേർക്കാതിരിക്കലാണ് നല്ലത്. അതിൻ്റെ ഒരു ക്യാപ്സിക്കത്തിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസിൽ ഇഞ്ചി ചേർക്കാറുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ താല്പര്യമില്ലവരാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സോസായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് സോയാ സോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ അതിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി. 2 മിനിറ്റ് ആകുമ്പോഴത്തേന് കുക്കായിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നാൽ മതി. ചിക്കൻ ചെറിയ പീസായതുകൊണ്ട് തന്നെ വേഗം കുക്കായിട്ട് വരും. നമുക്കിതൊരു സൈഡിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിളിൽ കുറച്ച് വേവ് കൂടിയതാണ് പൊട്ടറ്റോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിളൊന്ന് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ പൊട്ടറ്റോ കുറച്ച് വേവുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ പൊട്ടറ്റോ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ പീസാക്കിയതുകൊണ്ട് തന്നെ വേഗം കുക്കായി വരും. നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്തി കൊടുക്കാം. ക്യാരറ്റും ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീൻസ് ചേർക്കുമ്പോൾ
ക്യാരറ്റിനെക്കാട്ടും 2-3 മിനിറ്റ് കൂടുതൽ വേണ്ടി വരും. കാരണം ബീൻസിനൊരു പച്ച ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറുന്ന പോലെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ വെജിറ്റബിളും അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഈ വെജിറ്റബിളിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചേർത്തി കൊടുത്തത് ബീൻസാണ്. അപ്പോൾ ബീൻസിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് മാത്രം ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിൽ കൂടുതലാക്കുമ്പോൾ അതിൻ്റെ കളറ് പോവും. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതൊന്നൊരു സൈഡിലേക്ക് കയറ്റി വെക്കാം. നമുക്കിനി ഓയിലിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ കൂടെ നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും, അതുപോലെ ഫ്ലേവറും പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു മണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സാലറി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഈ സാലറി ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സവോള അരിഞ്ഞിട്ട് ചേർത്തി കൊടുത്താൽ മതി. സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തി കൊടുക്കാം. അത് സവോള ചേർത്തി കൊടുക്കുന്നത് നമ്മൾ ചിക്കന് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സവോള ചേർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ സാലറി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. നമുക്ക് അത് ഓവറായിട്ട് വാട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും 2-3 മിനിറ്റ് മാത്രം സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചില്ലി സോസ് ഒഴിക്കണില്ല. അതിന് പകരം കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാത്തിലും നന്നായിട്ട് സോസ് കോട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്തി കൊടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർത്തി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ക്യാപ്സിക്കം ചേർത്തി കൊടുക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായി ചേർത്തി കൊടുക്കുമ്പോൾ നമുക്കൊരു പച്ച ടേസ്റ്റ് എടുക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് മാത്രമേ ചേർത്തുന്നുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറും പോവും, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറും പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും ഒന്ന് നോക്കുക. നമ്മൾ ചിക്കനിലും പൊട്ടറ്റോയിലും മാത്രം ഉപ്പിട്ടിട്ടുള്ളൂ. പിന്നെ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. റൈസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് റൈസ് ആഡ് ചെയ്യാനായി. അപ്പോൾ റൈസ് ഒന്നിച്ചിട്ട് റൈസ് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. 2-3 സെക്ഷനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾ അതിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഈ വെജിറ്റബിളിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് എപ്പോഴും തണുത്തിട്ടുള്ള റൈസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചൂടുള്ള റൈസ് ഇട്ട് കൊടുക്കരുത്. അതിനാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി 1 ടീസ്പൂണ് നല്ലെണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ചൈനീസ് ഫ്ലേവർ കിട്ടും നല്ലെണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മളൊരു മണത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു റൈസിലേക്ക് ഞാനൊരു ചെറിയ ടീസ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുക്കുക. അതുപോലെ വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആവശ്യത്തിന് നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ കൂടാതെ നോക്കണം. നമുക്കിതുപോലെ എല്ലാതും അങ്ങനെ ഈ റൈസും വെജിറ്റബിളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ റൈസും അതുപോലെ തന്നെ ഈ വെജിറ്റബിളും കൂടെ മിക്സ് ആക്കുന്ന ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഈ റൈസ് തണുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ചൂട് പെട്ടെന്ന് തട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ വേഗം നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറും നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റൈസൊന്നും പൊട്ടിയിട്ടില്ല, നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. Stay home, stay safe, stay healthy. Thank you.